ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവീസ് ആൻഡ് മാജിക് യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ജോബിൻ്റെ റിയാലിറ്റി, ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ റിയാലിറ്റി എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യം കോഴ്സ് എടുക്കുന്ന കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക? കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് കോഴ്സ് സെലക്ഷൻ അവിടെ ബേസിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സ് നമ്മൾ എടുത്തപ്പോൾ ഉടനെ നമ്മൾ ആ ജോലിയിലോട്ട് കയറുമല്ല. നമ്മളത് പഠിച്ചു തുടങ്ങി, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ജോലിയിലോട്ട് പ്രവേശിക്കുന്നത്. അവിടെ കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും പോയി ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നു, അതിൽ പഠിച്ച് ഇപ്പോൾ ജോലി കിട്ടും, അഡ്വർടൈസ്മെൻറ്റ് കണ്ട് എല്ലാവരും വീഴുന്നത്, ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് വീണത്. പക്ഷേ നമ്മൾ അതിൽ പോസിബിലിറ്റീസ് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. ഞാനത് നോക്കിയിട്ടാണല്ലോ കയറിയെന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടാവും. അപ്പോൾ അവിടെ കോഴ്സ് സെലക്ഷൻ ഒരു പ്രധാന കാര്യമാണ്. അവിടെ നമ്മൾ ബേസ് മുതലാണ് പഠിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും നിങ്ങൾക്കറിയാം, നമ്മൾ ബേസിക് മുതലേ പഠിക്കും. ഇവിടെയും നമ്മൾ ബേസിക് മുതലാണ് അതും പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് സെലക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജോബ്, ഇതിൻ്റെ റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കോഴ്സാണ് എടുക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് തന്നെ പറയാം. അതാണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, കോഴ്സ് സെലക്ഷൻ. രണ്ടെന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് കെയർ അല്ലെങ്കിൽ പേഷ്യൻ്റ് മാനേജ്മെൻറ്റ്. പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യുന്നത് പേഷ്യൻസിനെയാണ്. നമ്മളും പേഷ്യൻസാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളും പേഷ്യൻ്റാണ്. പക്ഷേ നമ്മൾ ജോലിക്ക് കയറുമ്പോഴോ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം പേഷ്യൻസാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ രോഗി തന്നെയാണ്. പക്ഷേ നമ്മളൊരു സ്ഥാപനത്തിൽ ഹോസ്പിറ്റലിൽ ഒരു സെക്ടർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം പേഷ്യൻസാണ്. ആ പേഷ്യൻസിനെ കെയർ ചെയ്യുക എന്നതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വളരെയധികം ക്വാളിറ്റി ഉള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, നമ്മൾ അവരെ വളരെയധികം ട്രീറ്റ് ചെയ്യുക, വളരെ റെസ്പെക്റ്റ് ആയിട്ട് അവരോട് ബിഹേവ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ, ജോലിക്ക് കയറുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളൊരു പ്രാക്ടിക്കലിൽ പോയി നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ ശരിക്കും അതെന്താണെന്ന് പഠിച്ചു വരുന്നത്. എന്നാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ, അക്കാഡമിക്കാർ അവരെ ഹോസ്പിറ്റൽ ഓറിയൻറ്റേഷൻ തരും, ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ അതില്ലാതെ പഠിച്ചിടം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടനെ ആ ഒരു നിർത്തി പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്തു തന്നെ പോവുക. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് എവിടെ ആയാലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയാൻ, അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും എടുത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. ISSTയുടെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ആ ഒരു ISSTയോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന്. ഞാൻ കാര്യം പറയണേ, എനിക്കൊരു വിരോധവും ഇല്ല. നമ്മൾ റിയാലിറ്റിയാണ് അവിടെ മനസ്സിലാക്കി കൊടുത്തത്. ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അത് റിയാലിറ്റിയാണെന്ന്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻ്റ് കെയർ ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഒരു കണ്ണാടി, നമ്മുടെ ഒരു വീട്ടിലെ കണ്ണാടി ഉണ്ട്. ആ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് ആക്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഫോണിലൊക്കെ നമ്മൾ റീൽസൊക്കെ എടുക്കുന്നതല്ലേ, അപ്പോൾ നമ്മളൊന്ന് റോൾ പ്ലേ ചെയ്ത് നോക്കുക. ഒന്ന് ഒരു പേഷ്യൻ്റ് വരുന്നു, ആ പേഷ്യൻറ്റോട് സംസാരിക്കുന്നു, അവരോട് വളരെയധികം നല്ല രീതിയിൽ പെരുമാറുന്നു, അവർക്ക് ഇപ്പോൾ വീൽ ചെയർ നീക്കി കൊടുക്കുന്നു. നമ്മളെ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ സ്റ്റാഫാണ്, അപ്പോൾ അവിടെ എംപ്ലോയി ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും മിക്കവാറും ചെയ്യേണ്ടി വരും. വീൽ ചെയർ ഒന്ന് നീക്കി കൊടുക്കാം, നമുക്കൊരു കാര്യം എടുത്തു കൊടുക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ, പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് നമ്മളിലുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് കൊടുക്കുക. പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് പീപ്പിൾ മാനേജ്മെൻറ്റ്. അത് രണ്ട് വാക്കുണ്ട്, പീപ്പിൾ മാനേജ്മെൻറ്റ്, പേഷ്യൻ്റ് കെയർ. ഈ രണ്ട് നമ്മൾ ഏത് രീതിയിലും പറയാം. ഇതെല്ലാം നമുക്ക് വരുന്നത് സെയിം അർത്ഥമാണ്. പിന്നെന്ന് പറയുന്നത് റെസ്പെക്റ്റ്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് ഹൈ ലെവലിൽ എത്തിയ ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ഹൈ ലെവലിൽ എത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഹൈ ലെവലിൽ എത്തുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ എഫേർട്ട് കൊണ്ട് അവർ ഒരുപാട് വർഷം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എത്തിയത്. പക്ഷെ ആ എത്തുന്ന പൊസിഷൻ അനുസരിച്ച് നമുക്കൊരു വ്യത്യാസം ഉണ്ടാവണം. നമ്മളെ റെസ്പെക്റ്റ് കൂടുതലാവണം. നമ്മൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണ് ആ റെസ്പെക്റ്റ് നമുക്ക് തിരിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗീവ് റെസ്പെക്ട്
ടേക്ക് റെസ്പെക്റ്റ്, ഇങ്ങനെയാണ് പറയുക. അപ്പോൾ ആ റെസ്പെക്റ്റ് നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വില്ലിങ് ആയിരിക്കണം. നമ്മളൊരു ആസ് എ എംപ്ലോയി ഇൻ ഹോസ്പിറ്റൽ നമ്മളെപ്പോഴും അതിന് വില്ലിങ് ആയിരിക്കണം എന്നത് വേറൊരു പോയിന്റ്. അപ്പോൾ റെസ്പെക്റ്റ് നമ്മളിനി എത്ര ഹൈ ലെവലുള്ള പൊസിഷൻ ആയാലും നമ്മൾ പേഷ്യൻസിന് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിനും കൊടുക്കുക, സ്റ്റാഫുകൾ നമ്മളിനിയും ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അവർക്കും കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഒരു ബിഹേവിയറാണ് മനസ്സിലാക്കി തരുന്നത്. കാരണം നമ്മളൊരു ഹൈ ലെവൽ പൊസിഷനിൽ എത്തിയ ആളെന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ നോട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം പോയിൻ്റാക്കി എഴുതി വെച്ചേക്കാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സാലറിയുടെ ഒരു കാര്യം. സാലറി ഗ്രോത്ത് എന്താണ്? സാലറി ഗ്രോത്ത് എന്ന് പറയുന്നത് ഇത്രേ കാര്യമുള്ളൂ. നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമുക്കൊരു സാലറി ഉണ്ടാവും. നമ്മൾ പണിയെടുക്കുന്നതിന് നമുക്ക് ശമ്പളം ഉണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റലിലെ സാലറീസ് എപ്പോഴും ഡിപ്പെൻസ് ആണ്, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു ട്രെയിനി ആയി ആദ്യം നമ്മൾ എന്തായാലും ഫ്രഷേഴ്സായിട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആക്ച്വലി നമ്മളോട് പലരും പറയും നമുക്ക് 20, 25 ഒക്കെ കിട്ടുമെന്ന്. അങ്ങനെയല്ല, നമുക്ക് ശരിക്കും കിട്ടുന്ന ഒരു ബേസിക് സാലറി ഉണ്ട്. അത് ഹോസ്പിറ്റലുകാരാണ് ഡിസൈഡ് ചെയ്യുക. ചിലർക്ക് 10 ആയിരിക്കും, ചിലർക്ക് 12 ആയിരിക്കും, ചിലർക്ക് 15 ആയിരിക്കും, ചിലർക്ക് 18 ആയിരിക്കും. ഓരോ റേഞ്ച് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹൈ ലെവലിൽ സാലറി കിട്ടും. നമ്മളിനിപ്പോൾ 1 year 2 year അല്ല ഒരു 5 years എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് സാലറി നമുക്ക് പറയാം. നമുക്ക് അവരോട് സാലറി നമുക്ക് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സാലറിയുടെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കോഴ്സ് സെലക്ഷനാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് നമ്മൾ പേഷ്യൻ്റ് മാനേജ്മെൻറ്റ്, മൂന്നാമത്തെ റെസ്പെക്റ്റ് പറഞ്ഞു, നാലാമത് സാലറി പറഞ്ഞു. ഇനി അഞ്ചാമത്താണ് നൈറ്റ് ഡ്യൂട്ടി, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് റിയാലിറ്റി എന്താണ്. നൈറ്റ് ഡ്യൂട്ടി എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ ഏതൊരു ജോബും അഡ്മിൻ റിലേറ്റ് ചെയ്തുള്ള ജോബായാലും HR റിലേറ്റ് ചെയ്തുള്ള ജോബ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജോബിലും നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കോർഡിനേറ്റർ, IP കോർഡിനേറ്റർ പോലത്തെ പോസ്റ്റുകൾക്ക് ചില ഹോസ്പിറ്റലിൽ നൈറ്റ് ഇല്ല. എന്നാൽ റിസപ്ഷൻ ആയാലും ഇൻഷുറൻസ് ആയാലും കോൾ സെൻറ്റർ ആയാലും ഈവൻ അങ്ങനത്തെ എന്ത് ജോബിൽ നമ്മൾ നോൺ മെഡിക്കലിൽ മിക്ക നമ്മൾ കയറുന്ന ജോബുകളും റിസപ്ഷൻ ആണെങ്കിലും അത് ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിലുള്ളത്. പക്ഷേ നമുക്കൊരു മെഡിക്കൽ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കിട്ടുന്ന ജോബുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലോട്ടുള്ള ജോലികളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ നൈറ്റ് വരുന്നില്ല, ഡേ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. നൈറ്റ് ഉള്ള ഹോസ്പിറ്റൽസും ഉണ്ട്, ഇല്ലെന്നല്ല ഉണ്ട്, അത് ഡിപ്പെൻസ് ആണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ചിലരൊക്കെ ഓപ്പണിംഗ് ചെയ്യുന്നുണ്ട്, നൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൾ സെൻ്ററൊക്കെ നേരത്തെ മോർണിംഗ് നൈറ്റ് ഒന്നും കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ നൈറ്റുകൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടിയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. സാധാരണ നമ്മൾ ആ ജോലിയിൽ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ്. നൈറ്റ് മാത്രമല്ല നമ്മൾ പോകുന്ന ഡേ ഡ്യൂട്ടി ഉണ്ട്, ഈവനിങ് ഡ്യൂട്ടി ഉണ്ടാവും, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3 ഷിഫ്റ്റ് അല്ല 4 ഷിഫ്റ്റ് അതോ ഹോസ്പിറ്റലിൽ ഡിപ്പെൻസ് പോളിസി അനുസരിച്ചായിരിക്കും ഷിഫ്റ്റ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൈറ്റിന് നമ്മൾ നിൽക്കാൻ വില്ലിങ് ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. അതിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ ബോഡി ഒന്ന് ചെക്ക് ചെയ്യുക, ബോഡി ടെസ്റ്റ് ചെയ്യുക, മൈൻഡ് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുക. ഇതെന്താണെന്ന് മനസ്സിലാക്കി തരാം. നമ്മൾ ബോഡി ടെസ്റ്റ് ചെയ്യാൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹെൽത്ത് വീക്കായിട്ടാണ് ഞാൻ റിസൈൻ ചെയ്തത്. നമുക്ക് ഹെൽത്ത് ഓക്കെ ആണോ? നമുക്കൊരു ഓവർ പ്രഷർ, കാരണം നമ്മൾ ഹോസ്പിറ്റൽ മേഖലയാണ്, നല്ല രീതിയിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വർക്ക് സ്ട്രെസ് നമുക്ക് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ BP നമുക്ക് എന്താ പറയുക, BP ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കിപ്പം വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ നമ്മൾക്കിപ്പോൾ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓൾറെഡി നമ്മൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ആകുമ്പോൾ അവിടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നുണ്ട് ഹോസ്പിറ്റലുകാർ തന്നെ. എന്നാൽ നമുക്ക് തന്നെ ഒരു ചെക്കപ്പ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നമുക്ക് വേണമെങ്കിൽ ചെക്കപ്പ് നടത്താം, അതെപ്പോഴും നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, രണ്ടാമതാണ് മൈൻഡ് ടെസ്റ്റ്. ഇതെല്ലാവരും ചെയ്യുന്ന നിർബന്ധം തന്നെയാണ്. നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയാൻ കാരണം നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ അതിന് ഹോസ്പിറ്റലിൽ നല്ല ഏതൊരു നമ്മളൊരു സെക്ടറിൽ ജോലിക്ക് കയറിയാലും നമ്മുടെ മൈൻഡ് നമ്മളെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ ഡെയിലി ചെയ്യുന്നു, നമുക്ക് ഏതെങ്കിലും ഒരു വീക്കാണ് ഓഫ് കിട്ടുക. അപ്പോൾ നമ്മൾ ആ ഡെയിലി ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഫ്ലോ കൂടുതലും നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് നമുക്ക് ചെയ്യാവുന്ന മൈൻഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കാര്യം എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ AI ഒക്കെ ആണല്ലോ, ChatGPT ഉണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ടെസ്റ്റ് വളരെയധികം നമുക്ക് ഓക്കെ ആകാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആ മൈൻഡ് സെറ്റൊക്കെ നമുക്ക് എപ്പോഴും സെറ്റ് ആവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം റെസ്പോൺസിബിലിറ്റി ചെക്കപ്പ്. ഇത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. റെസ്പോൺസിബിലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് തന്നെ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്നും പേഷ്യൻ്റ് നമുക്ക് തരുന്നൊരു നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റിന് നമുക്ക് അവർ താങ്ക്സ് പറയും. ആ താങ്ക്സ് കിട്ടുവാണെങ്കിൽ തന്നെ അത് വലിയൊരു ഹാപ്പി ആയിരിക്കും നമുക്ക്. കാരണം ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ പോലും അത് താങ്ക്സ് ആണ് അവർ പറയുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും നമ്മൾ ജോബിലും വരുന്ന ഒരു മെയിൻ റിയാലിറ്റികളാണ് ഈ പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ നോളജ് കൂടത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഹോസ്പിറ്റൽ ജോബ് ഈസ് നോട്ട് ഈസി. അത് വളരെയധികം സ്ട്രെസ്സാണ്. നമുക്ക് നല്ല രീതിയിൽ കുറേ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഫുഡ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഡ്യൂട്ടിയുടെ അനുസരിച്ചായിരിക്കും അതിനൊക്കെ ഒരു കാര്യം ഉണ്ടാവുക. പക്ഷേ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് എ എന്താ പറയുക, നമുക്കൊരിക്കലും ഇതൊരു ജോബ് ആണെങ്കിൽ പോലും നമുക്കൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. നമ്മളത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആ എൻവയോൺമെൻറ്റുമായി പൊരുത്തപ്പെടും. ആദ്യമൊക്കെ ആയിരിക്കും നമുക്ക് നല്ല റിസ്ക് ആയിരിക്കും, പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് പൊരുത്തപ്പെടും. അപ്പോൾ ഇതെന്താണ് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നത്, എന്താ ഈ പറയണേ ഇങ്ങനെ എന്ന് മനസ്സിലാകണില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഇതിൻ്റെ എല്ലാ പോയിൻറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്താണ് ഉദ്ദേശിച്ചതെന്ന് അത് വായിച്ച് നോക്കുക. കാരണം നിങ്ങൾക്ക് ഇതിൽ ഇൻ്റർവ്യൂവിനും വളരെയധികം ടിപ്പാവുന്നൊരു പോയിൻ്റാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ. അപ്പോൾ പേഷ്യൻ്റ് കെയർ എപ്പോഴും നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പേഷ്യൻ്റ് കെയർ മാനേജ്മെൻറ്റ്, റെസ്പെക്റ്റ്, റെസ്പോൺസിബിലിറ്റീസ്, കോഴ്സ് സ്ട്രക്ചർ, അല്ലെങ്കിൽ കോഴ്സ് ഏതാണ്, എങ്ങനെയാണ് എടുക്കുന്നുള്ള കാര്യം. അതിൽ ബേസിക് ലെവൽ മുതലാണ് നമ്മൾ പഠിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ജോലി കയറുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, സാലറി കാര്യം. പക്ഷേ ഇതിന് ഇൻ്റർവ്യൂവിന് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകളും നിങ്ങൾ കേൾക്കാത്ത പുതിയ കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കാം. ഷോർട്ട് വീഡിയോസാണ് ഈ ഉദ്ദേശിക്കുന്നത്. ലോങ് വീഡിയോ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്തു, അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.